നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 23, 2026 തിങ്കൾ. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക്സഭയെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. കൊറോണ പോലെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് ലോകം മുഴുവൻ ഒരുപക്ഷെ പോയേക്കാമെന്നുള്ള പ്രസ്താവനയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരികയുമുണ്ടായി. ഇവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും അതിശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിക്ക് 23,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ട് വ്യാപാരം ആരംഭിക്കേണ്ടതായിട്ട് വന്നു. മാത്രമല്ല, ഒരിക്കൽ പോലും ഈ സൈക്കോളജിക്കൽ ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് എത്തിച്ചേരുവാനുമായില്ല. എങ്കിലും 22,500 എന്ന ലെവൽ ഇന്ന് ഭൂരിഭാഗം സമയത്തും നിഫ്റ്റിക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുകയുമുണ്ടായി. ഈ ലെവൽ ഇൻട്രാഡേ ബേസിസിൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നെങ്കിലും 601 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 22,500 എന്ന ലെവലിന് തൊട്ടുമുകളിലായിട്ട് നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 1,836 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 3.25% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷം, അതായത് കൊറോണയ്ക്ക് ശേഷം വീണ്ടും തുടർച്ചയായി ഒരേപോലെ തന്നെ ശക്തമായ ഇടിവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതും. ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 264 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2,827 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ശ്രീറാം ഫൈനാൻസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, അൾട്രാടെക് സിമെന്റ്, അദാനി എന്റർപ്രൈസസ്, ജിയോ ഫൈനാൻഷ്യൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ HCL ടെക്നോളജീസ്, ടെക് മഹേന്ദ്ര, ONGC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, TCS തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ അതിശക്തമായ ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് എല്ലാ മേഖലകൾക്കും ശക്തമായ ഇടിവ് തന്നെ നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തു. റിയാലിറ്റി, ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, മെറ്റൽ, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 4% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സുകളും ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളിൽ നിന്നും വിഭിന്നമായിരുന്നതുമില്ല. തുടർന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 3% നഷ്ടത്തോടുകൂടി തന്നെയാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. ഇന്ത്യൻ രൂപയ്ക്ക് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 27 പൈസയുടെ നഷ്ടത്തോടുകൂടി ഒരു $നെതിരെ 93.97 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല, നമ്മൾ പതിവായിട്ട് കാണുന്നുണ്ട്, തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെഷനായിട്ട് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ദിനം പ്രതി ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുന്നത്. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം ശക്തമായ ഇടിവ് നേരിട്ടപ്പോഴും സിൽവറിന്റെയും ഗോൾഡിന്റെയും വിലയിൽ ഇടിവ് നേരിട്ടു. ഇതിനെ തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗോൾഡ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതിനു ശേഷം ഇന്നത്തെ ഇടിവോടുകൂടി 30% ഇടിവ് റെക്കോർഡ് ഹൈയിൽ നിന്നും നേരിടേണ്ടതായിട്ടും വന്നു. അതുകൂടാതെ സിൽവറിന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്നും 50% ഇടിവ് നിലവിൽ ഇന്നിതുവരെ ഉണ്ടായ ഇടിവിനെ തുടർന്ന് നേരിടേണ്ടതായിട്ടും വരികയും ചെയ്തു. ഇതിനു പുറമെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയത് മുതൽ, അതായത് ഫെബ്രുവരി 26 മുതൽ മാർച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച 20-ാം തീയതി വരെ ഏകദേശം 16 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് 1 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിറ്റിറങ്ങുകയും ഉണ്ടായത്. അതായത് ഒരു മണിക്കൂറിൽ 1000 കോടി രൂപയുടെ വിൽപ്പനയാണ് മാർക്കറ്റ് ദിനങ്ങളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ആവറേജ് ആയിട്ട് നടത്തുന്നതും. ഇന്നും സിൽവറിലുണ്ടായ ഇടിവിനെ തുടർന്ന് സിൽവർ ETF-ഉം ക്രാഷ് ആവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്ന് ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ സ്റ്റോക്ക് പ്രൈസിലും 5% ഇടിവും അനുഭവപ്പെട്ടു. ശ്രീ അത്താണു ചക്രബോർത്തി രാജിവെച്ചതു മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇടിവ് ഇന്നും HDFC ബാങ്കിൽ അതിശക്തമാവുക തന്നെയുണ്ടായി. ഇന്നും ഏകദേശം 5% നഷ്ടത്തോടുകൂടി തന്നെയാണ് സ്റ്റോക്കിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. പ്രധാനമന്ത്രി ലോക്സഭയിൽ നടത്തിയ അഭിസംബോധനയിൽ മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ കോവിഡ് എന്ന മഹാമാരി പോലെയുള്ള ഒരു മോശം കാലഘട്ടത്തിലേക്ക് ഒരുപക്ഷെ ലോകത്തിനെന്ന പോലെ തന്നെ ഇന്ത്യക്കും പോകേണ്ടതായിട്ട് വന്നേക്കാമെന്നുള്ള ഒരു മുന്നറിയിപ്പും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. മാത്രമല്ല, വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആശങ്കാജനകമാണെന്നുള്ള പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി മറികടക്കുവാൻ പലവിധ മാർഗങ്ങളും തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നിലവിൽ ഗാർഹികമായി ലഭിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് സിലിണ്ടറുകളുടെ തൂക്കം 10 കിലോ ആയിട്ട് നിജപ്പെടുത്തുവാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഇതുമൂലം കൂടുതൽ വീടുകളിലേക്ക് LPG എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ലക്ഷ്യമാണ് ഗവൺമെന്റ് വെച്ച് പുലർത്തുന്നതും. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം ഉറ്റുനോക്കുന്നത് ഇറാന്റെ നടപടി തന്നെയാണ്. കാരണം ട്രംപ് നൽകിയിരിക്കുന്ന 48 മണിക്കൂറിന്റെ ഡെഡ് ലൈൻ അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുമുള്ളൂ. എന്നാൽ ട്രംപിന്റെ ഭീഷണി ഇറാൻ വകവയ്ക്കുന്നുമില്ല. മാത്രമല്ല, ഈ വരാൻ പോകുന്ന മണിക്കൂറുകളും ദിവസങ്ങളും അതിനിർണായകമാണ്. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിൽ ആകമാനം അനുഭവപ്പെടുന്നുമുണ്ട്.
ഇന്ന് ഇന്ത്യ വിക്സ് സിംഗിൾ ഡേയിൽ ഏകദേശം 20% ഉയർച്ച രേഖപ്പെടുത്തി. മാത്രമല്ല 17% ഉയർച്ചയോടുകൂടി 1.25 വർഷത്തിനു ശേഷം അഥവാ ജൂൺ 3, 2024 ശേഷം 26.73 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. മാത്രമല്ല യുഎസിലെ വിക്സും ഏകദേശം 3% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 30 എന്ന ലെവലിന് മുകളിലായിട്ടാണ് നിലകൊള്ളുന്നതും. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടാകുന്ന തുടർച്ചയായിട്ടുള്ള ഉയർച്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള അതിശക്തമായ സെല്ലിങ്ങും ഇന്ത്യ വിക്സുകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അതിശക്തമായ ഉയർച്ചയും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അതിന്റെ പാരണ്യത്തിലെത്തി നിൽക്കുന്ന അവസ്ഥയായതിനാലും ഇതിനെയെല്ലാം തുടർന്ന് ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് തുടരുന്നതിനാൽ തന്നെയും മാത്രമല്ല ഈ പ്രശ്നങ്ങളെയൊക്കെ തുടർന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ദിനംപ്രതി അതിശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വരുന്നതിനാലും തന്നെയാണ് ഇന്നും ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും ശക്തമായ ഒരു നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 0.5% അഥവാ 253 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 2.25%, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 2%-ലേറെയും നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെ എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും 2.5% മുതൽ 7% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം കൊറിയൻ മാർക്കറ്റ് 6.95% നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ബ്രൻ ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രൻ ക്രൂഡിന്റെ വില $113.52 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $99.21 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിൽ 5% ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. $4,268.72 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കൊട്ടാക് മഹേന്ദ്ര ബാങ്ക് ഡച്ച് ബാങ്കിന്റെ ഇന്ത്യൻ റീറ്റെയിൽ വിഭാഗത്തെ വാങ്ങുന്നതിലേക്ക് കൊട്ടാക് മഹേന്ദ്ര ബാങ്ക് ഒരു പടി കൂടി അടുത്തു. ഏകദേശം 4,500 കോടി രൂപയുടെ ഇടപാട് നടന്നതായിട്ട് കണക്കാക്കപ്പെടുന്നുമുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽസ് എന്റർപ്രൈസസ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ അപ്പോളോ ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡിന്റെ 30.58% ഓഹരി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി. ഇതുവഴി കമ്പനിയുടെ ഉടമസ്ഥാവകാശം 99.42% ഉയർത്തുകയും ചെയ്തു. കിർലോസ്കർ ഫെറോസ് ഇൻഡസ്ട്രീസ് LPG പ്രതിസന്ധി കാരണം കമ്പനി ഇന്ധന സ്രോതസ്സുകൾ മാറ്റി. ഇത് കമ്പനിയുടെ മാർജിനിൽ സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാമെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. റിത ഫൈനാൻസ് ആൻഡ് ലീസിംഗ് അംഗീകൃത മൂലധനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് 2026 മാർച്ച് 26 കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് കമ്പനിയുടെ UAയിലെ അനുബന്ധ സ്ഥാപനമായ ട്രാൻസ്റെയിൽ ട്രേഡിംഗ് LLCയിൽ നിക്ഷേപിച്ച ഓഹരി അപേക്ഷ പണം കമ്പനി തിരിച്ചു വിളിച്ചു. ഇതിലേക്ക് നയിച്ചത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റേഷൻ പ്രശ്നങ്ങളാണ്. ഏകദേശം 2 ആഴ്ചകൾക്ക് മുന്നേ ആയിരുന്നു കമ്പനി ഏകദേശം ഇന്ത്യൻ രൂപ 14.5 കോടി രൂപയുടെ അധിക നിക്ഷേപം അനുബന്ധ സ്ഥാപനത്തിൽ നടത്തുമെന്നുള്ള വാർത്തകൾ വരികയും ചെയ്തിരുന്നത്. രാംരത്ന വയേഴ്സ് കമ്പനിയുടെ വദോരയിലെ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ ശേഷി വികസിപ്പിച്ചിട്ടുണ്ട്. ചെംപ്ലാസ്റ്റ് സാൻമാർ ശ്രീ AR ബാലാജിയെ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.